നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം ഏറെ മുന്നിലാണ്. സമീപ വർഷങ്ങൾ പലതും ഇന്ത്യക്ക് നേട്ടങ്ങളുടെ വർഷം കൂടിയായിരുന്നു. ആ വിജയഗാഥ വീണ്ടും തുടരുകയാണ്. ചൈനയെ മറികടന്ന് ഇന്ത്യൻ വ്യോമസേന ആഗോള റാങ്കിങ്ങിൽ 6ാം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക വ്യോമ വിഭാഗങ്ങളെ കണ്ടെത്താനായി വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് അഥവാ WDMMA പുറത്തുവിട്ട 2026 ഗ്ലോബൽ എയർ പവേഴ്സ് റാങ്കിങ്ങിലാണ് ഇന്ത്യ 6ാം സ്ഥാനം സ്വന്തമാക്കിയത്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് 7ാം സ്ഥാനത്താണ്. വെറും എണ്ണമല്ല, പവറാണ് ഇതിലെ ഘടകം. അതായത് വിമാനങ്ങളുടെ എണ്ണം മാത്രം നോക്കിയല്ല ഈ റാങ്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. യുദ്ധവിമാനങ്ങളുടെ എണ്ണം മാത്രം നോക്കാതെ വ്യോമസേനകളുടെ ആകെ പോരാട്ടശേഷി, വിമാനങ്ങളുടെ ഗുണനിലവാരം, നിലവിലെ നവീകരണ പരിപാടികൾ, ലോജിസ്റ്റിക്സ് സൗകര്യം, പ്രവർത്തന സജ്ജത, യുദ്ധപരിചയം എന്നിവയുൾപ്പെടെയുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. അമേരിക്കൻ വ്യോമസേനയാണ് ലോകത്തിൽ 1ാമത്, അമേരിക്കൻ നേവി 2ാമതും, റഷ്യൻ വ്യോമസേന 3ാമതുമുണ്ട്. US ആർമിയും US മറൈൻ കോർപ്സും 4ഉം 5ഉം സ്ഥാനങ്ങൾ കൈയടക്കിയപ്പോൾ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കുതിപ്പ്. ഇന്ത്യക്കും ചൈനയ്ക്കും പിന്നിലായിട്ടാണ് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ്, ഇസ്രയേലി എയർഫോഴ്സ്, ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് എന്നിവയുടെ സ്ഥാനങ്ങൾ. ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ആഗോള സൈനിക വ്യോമയാന രംഗത്ത് വർദ്ധിച്ചു വരുന്ന പ്രാധാന്യമാണ് പുതിയ റാങ്കിംഗ് അടിവരയിടുന്നത്. ചൈനയ്ക്ക് വലിയ തോതിൽ യുദ്ധവിമാനങ്ങളുടെ ശേഖരമുണ്ടെങ്കിലും യുദ്ധരംഗത്തെ പ്രവർത്തന മികവിൽ ഇന്ത്യൻ വ്യോമസേനയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ തദ്ദേശീയ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യൻ വ്യോമസേന കടന്നുപോകുന്ന സമയത്താണ് ഈ ചരിത്ര നേട്ടം. LCA തേജസ് MK-1A യുദ്ധവിമാനങ്ങൾ സേനയുടെ ഭാഗമാക്കൽ, റഫാൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ, സുഖോയ് 30 MKI വിമാനങ്ങൾ നവീകരിക്കുന്ന സൂപ്പർ സുഖോയ് പദ്ധതി എന്നിവ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഭാവി പദ്ധതികളായ തേജസ് MK-2 അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നിവയും വ്യോമമാർഗമുള്ള നേരത്തെയുള്ള മുന്നറിയിപ്പ് വിമാനങ്ങൾ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന റീഫ്യൂവലറുകളും എത്തുന്നതോടെ ഇന്ത്യയുടെ ദീർഘകാല പ്രഹരശേഷി ഇരട്ടിക്കുകയും ചെയ്യും. വ്യോമസേനയുടെ വിപുലമായ പ്രവർത്തന പരിചയമാണ് ഈ പദവിക്ക് കാരണമായ മറ്റൊരു ഘടകം. പല വിദേശ വ്യോമസേനകളിൽ നിന്നും വ്യത്യസ്തമായി ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലുള്ള സമുദ്ര ദൗത്യങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന അന്തരീക്ഷത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുള്ള പരിചയസമ്പത്ത് ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട്. ലോകത്തെ പ്രമുഖ വ്യോമസേനകളുമായി നിരവധി ബഹിരാഷ്ട്ര അഭ്യാസങ്ങളിൽ പങ്കെടുത്തത് പരസ്പര പ്രവർത്തനക്ഷമതയും യുദ്ധതന്ത്രങ്ങളും മെച്ചപ്പെടുത്താൻ സേനയെ സഹായിച്ചിട്ടുമുണ്ട്. നെറ്റ്വർക്ക് സെൻട്രിഫിക് വാർഫെയർ, അതായത് ശൃംഖലാധിഷ്ഠിത യുദ്ധമുറയ്ക്ക് ഇന്ത്യ നൽകുന്ന വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെയും ഈ റാങ്കിംഗ് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് എയർ ആൻഡ് കമാൻഡ് കൺട്രോൾ സിസ്റ്റം പോലുള്ള സംവിധാനങ്ങൾ, S-400 ട്രൈം വ്യോമ പ്രതിരോധ സംവിധാനം, തദ്ദേശീയമായ സെൻസറുകൾ, മിസൈലുകൾ, ഇലക്ട്രോണിക് യുദ്ധശേഷികൾ എന്നിവയുടെ വികസനം രാജ്യത്തിന്റെ വ്യോമശക്തിയുടെ ഘടനയെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. J-20 സ്റ്റെൽത്ത് ഫൈറ്റർ പോലുള്ള അത്യാധുനിക പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും വ്യോമയാന രംഗത്തെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടും തന്ത്രപ്രധാനമായ ഗതാഗത ടാങ്കർ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടും ചൈനയുടെ PLAF അതിവേഗ നവീകരണമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ വലിയ യുദ്ധവിമാന ശേഖരങ്ങളും ചൈനയ്ക്കുണ്ട്. എങ്കിലും പ്രവൃത്തിയിലേക്ക് എത്തുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയാണെന്നും WDMFAയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത്തരം റാങ്കിങ്ങുകൾ യുദ്ധരംഗത്തെ പ്രകടനത്തിന്റെ അന്തിമ അളവുപോലെ അല്ലെങ്കിലും ആഗോളതലത്തിൽ രാജ്യത്തിന്റെ വ്യോമശക്തിയുടെ സ്വീകാര്യത വിളിച്ചോതുന്നതാണ് ഇന്ത്യയുടെ ഈ നേട്ടം.